Students, today we discuss what are the special terms with regard to hire purchase system. In our previous day, we discussed what do you mean by hire purchase system and what are its features. Then, these are the important special terms with regard to hire purchase system. First one, cash price. Then, hire purchase price. Then, net cash price. First one, cash price. Second one, hire purchase price. Then, net cash price. Down payment, net hire purchase price, and one more, statutory charges. Then, what is cash price? Cash price is the amount for which an article can be purchased, immediately making a lump sum payment. Okay, an article can be purchased immediately by making payment without there being any facility of installment. അപ്പോൾ ഇൻസ്റ്റാൾമെൻ്റ് അല്ലാതെ നമ്മൾ ക്യാഷ് കൊടുത്ത് അല്ലെ ഇമ്മീഡിയറ്റ് ആയിട്ട് എഗ്രിമെൻ്റ് എഴുതി ഇമ്മീഡിയറ്റ് ആയിട്ട് നടത്തുന്ന പേയ്മെൻറ്റിനെ അല്ലേ പേയ്മെൻറ്റ് കൊടുത്ത് ആർട്ടിക്കിൾ വാങ്ങുവാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത് ക്യാഷ് പ്രൈസ് എന്ന് പറയും. വിത്തൗട്ട് മേക്കിംഗ് എനി ഫെസിലിറ്റി ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്. അവിടെ എന്ത് ഫെസിലിറ്റി ഇല്ല? ഇൻസ്റ്റാൾമെൻറ്റ് ഫെസിലിറ്റി ഇല്ല. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ്. വാട്ട് ഈസ് ക്യാഷ് പ്രൈസ്? പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കിത് ഓരോന്നും അറിഞ്ഞാൽ മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. Cash price, okay. Cash price is the amount for which an article can be purchased immediately by making a lump sum payment. Immediately making a lump sum payment without there being any facility of installment, okay. Then number 2, what is hire purchase price? Hire purchase price is an important term. What is hire purchase price? Okay. Hire purchase price is the total sum payable by hirer under a hire purchase agreement. This includes any deposit or initial payment. അതായത് ടോട്ടൽ എമൗണ്ട് കൊടുക്കുന്നതിന് അതായത് ഹയർ പർച്ചേസർ ഹയർ വെണ്ടർക്ക് കൊടുക്കുന്ന ടോട്ടൽ എമൗണ്ട് അല്ലെ അതിനകത്ത് എന്ത് ഉൾപ്പെടുന്നുണ്ട്? ദിസ് ഇൻക്ലൂഡ്സ് എനി ഡെപ്പോസിറ്റ് ഓർ ഇനിഷ്യൽ പേയ്മെൻറ്റ് ബട്ട് ഡസൻ ഇൻക്ലൂഡ് എനി സം പേയബിൾ ആസ് പെനാലിറ്റി ഓർ കോമ്പൻസേഷൻ ഫോർ എ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഓർ ബ്രീച്ച് ഓഫ് അഗ്രിമെൻറ്റ്. ഒരു അഗ്രിമെൻറ്റ് ബ്രീച്ച് ആകുമ്പോൾ അല്ലെങ്കിൽ ആ അഗ്രിമെൻറ്റ് ലംഘിക്കുമ്പോൾ എന്താണ് എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഹയർ പർച്ചേസ് പ്രൈസിൽ വരില്ല അല്ലേ. അല്ലാതെയുള്ള ടോട്ടൽ എമൗണ്ടിനെ പറയുന്ന പേരാണ് ഹയർ പർച്ചേസ് പ്രൈസ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. എന്താണ് ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ? ഹയർ പർച്ചേസ് പ്രൈസ് മീൻസ് ദ ടോട്ടൽ സം പേയബിൾ ബൈ ഹയറർ. Okay, under a hire purchase agreement. This includes any deposit or initial payment. ഇതിൽ എന്ത് ഉൾപ്പെടുന്നുണ്ട്? ഡെപ്പോസിറ്റ്. ദിസ് ഇൻക്ലൂഡ്സ് ഇനിഷ്യൽ പേയ്മെൻറ്റ് ഉൾപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കതിന് പ്ലസ് ചെയ്യാം. ഇനിഷ്യൽ പേയ്മെൻറ്റ് ഉണ്ട്, പക്ഷേ അതിൽ ഏത് വരുന്നില്ല? ഡസിൻ ഇൻക്ലൂഡ് എനി പെനാലിറ്റി ഓർ കോമ്പൻസേഷൻ ഫോർ എ ബ്രീച്ച് ഓഫ് അഗ്രിമെൻറ്റ്. ഓക്കെ. ദെൻ വാട്ട് ഈസ് നെറ്റ് ക്യാഷ് പ്രൈസ്? നമ്മൾ ആദ്യം നോക്കി വാട്ട് ഈസ് ക്യാഷ് പ്രൈസ് നോക്കി. അപ്പോൾ എന്താണ് നെറ്റ് ക്യാഷ് പ്രൈസ്? അപ്പോൾ ക്യാഷ് പ്രൈസിൽ നിന്നും എന്തെങ്കിലും ഡിഡക്റ്റ് ചെയ്യുന്നതാകാം നെറ്റ് ക്യാഷ് പ്രൈസ് എന്ന് പറയുമ്പോൾ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നെറ്റ് ക്യാഷ് പ്രൈസ് എന്തായിരിക്കാം. ഇറ്റ് മീൻസ് ക്യാഷ് പ്രൈസ് ഓഫ് ദ ഗുഡ്സ് ആസ് റെക്വേർഡ് ടു ബി സ്റ്റേറ്റഡ് ഇൻ ദി ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് ലെസ് എനി ഡെപ്പോസിറ്റ്. അപ്പോൾ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള ക്യാഷ് പ്രൈസിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഡെപ്പോസിറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഡെപ്പോസിറ്റ് നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അതിനെ പറയുന്ന പേരാണ് നെറ്റ് ക്യാഷ് പ്രൈസ്. അപ്പോൾ വാട്ട് ഈസ് നെറ്റ് ക്യാഷ് പ്രൈസ്? നെറ്റ് ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ദ ക്യാഷ് പ്രൈസ് ഓഫ് ദ ഗുഡ്സ് ആസ് സ്റ്റേറ്റഡ് ഇൻ ദി അല്ലെങ്കിൽ റെക്വേർഡ് ടു ബി പെയ്ഡ് ദറ്റ് ഈസ് സ്റ്റേറ്റഡ് ഇൻ ദ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്. ഓക്കെ. ലെസ് എനി ഡെപ്പോസിറ്റ്. ഏതെങ്കിലും ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അത് ക്യാഷ് പ്രൈസിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. അതിനെ നമ്മൾ എന്ത് പറയുന്നു? നെറ്റ് ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നു. ഓക്കെ. ഡെപ്പോസിറ്റ് റെഫേഴ്സ് ടു ഇനിഷ്യൽ പേയ്മെൻറ്റ് വെദർ പെയ്ഡ് ഓർ ടു ബി പെയ്ഡ്. ഓക്കെ. ചിലപ്പോൾ ആ ഇനിഷ്യൽ പേയ്മെൻറ്റ് നമ്മൾ കൊടുത്തതാകാം ഓർ ടു ബി പെയ്ഡ് ഇൻ ഫ്യൂച്ചർ ആകാം അല്ലേ. അങ്ങനെയുള്ള ആ പേയ്മെൻറ്റിനെയാണ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഏതായാലും ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ക്യാഷ് പ്രൈസിൽ നിന്നും ഡെപ്പോസിറ്റ് കുറച്ചാൽ ആ എമൗണ്ടിനെ നമ്മൾ എന്ത് പറയും? നെറ്റ് ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നു. അതുപോലെ അടുത്തൊരു ടേമാണ് വാട്ട് യു മീൻ ബൈ ഡൗൺ പേയ്മെൻറ്റ്. ഞാൻ ആ മീനിങ് പറഞ്ഞപ്പോൾ തന്നെ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് പഠിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞതാണ് ഡൗൺ പേയ്മെൻറ്റ്. ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ഇതിൽ ഏത് വേണമെങ്കിലും ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് എന്താണ്? ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇനിഷ്യൽ പേയ്മെൻറ്റ് അല്ലേ. ഡൗൺ പേയ്മെൻറ്റ് ഈസ് ദ amount required to be paid by the buyer on signing the
അഗ്രിമെൻറ്റ് എപ്പോൾ അണ്ടർ ഹയർ പർച്ചേസ് ഓർ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം അല്ലെ എഗ്രിമെൻറ്റ് എഴുതുന്ന സമയത്ത് അല്ലേ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പർച്ചേസർ വെണ്ടർക്ക് കൊടുക്കുന്ന ആ ഇനിഷ്യൽ പേയ്മെൻറ്റിനെ പറയുന്ന പേരാണ് ഡൗൺ പേയ്മെൻറ്റ് എന്താ പറയുക ഡൗൺ പേയ്മെൻറ്റ് എന്നൂടെ പറയാം ഇറ്റ് ഈസ് ദ എമൗണ്ട് റെക്വേർഡ് ടു ബി പെയ്ഡ് ബൈ ദ ബയർ എപ്പോൾ ഓൺ സൈനിങ് ദ അഗ്രിമെൻറ്റ് അണ്ടർ ഹയർ പർച്ചേസ് ഓർ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം അല്ലേ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഹയർ പർച്ചേസ് പ്രൈസ് ഇപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഏതിൻ്റെ ഭാഗമാണ് ഹയർ പർച്ചേസ് പ്രൈസിൻ്റെ ഭാഗമാണ് ഓക്കെ ഇനി അതുപോലെ അടുത്തൊരു ടേമാണ് നെറ്റ് എന്താണ് ഹയർ പർച്ചേസ് പ്രൈസ് അല്ലേ നമ്മളിവിടെ ആദ്യം പറഞ്ഞു ക്യാഷ് പ്രൈസ് ഈ ക്യാഷ് പ്രൈസിൽ നിന്ന് ഡെപ്പോസിറ്റ് കുറയ്ക്കുന്നതിന് എന്ത് പറയും നെറ്റ് ക്യാഷ് പ്രൈസ് എന്ന് പറയും അല്ലേ ഇനി ഇവിടെ പറഞ്ഞു എന്താണ് ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞു ഇനി അടുത്ത് എന്താ പറയാൻ പോകുന്നത് നെറ്റ് ഹയർ പർച്ചേസ് പ്രൈസ് അപ്പോൾ ഹയർ പർച്ചേസ് പ്രൈസിൽ നിന്നും ഏതെങ്കിലും എമൗണ്ട് കുറയ്ക്കുന്നതാകാം എന്ത് പറയുന്നത് നെറ്റ് ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം നെറ്റ് ഇറ്റ് മീൻസ് total higher purchase price of the goods that is required to be stated in the higher purchase agreement less any amount payable and specified and included in the higher purchase price അല്ലേ ഇപ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ കുറയ്ക്കുന്ന ടോട്ടൽ ഹയർ പർച്ചേസ് പ്രൈസിൽ നിന്നും താഴെ പറയുന്ന എക്സ്പെൻസുകൾ കുറച്ചാൽ നമ്മൾ അതിനെ എന്താ പറയുക നെറ്റ് ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയും അല്ലേ അപ്പോൾ ഏതൊക്കെയാണ് കുറയ്ക്കാനുള്ളത് ഫസ്റ്റ് വൺ ടു കവർ ദ എക്സ്പെൻസസ് ഓഫ് ഡെലിവറിങ് ദ ഗുഡ്സ് അല്ലേ അപ്പോൾ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പെൻസ് ഉണ്ടെങ്കിൽ നമ്പർ ടു ടു കവർ രജിസ്ട്രേഷൻ ഓർ അതർ ഫീസ് അണ്ടർ എനി ലോ ഇൻ റെസ്പെക്ട് ഓഫ് ദി ഗുഡ്സ് അല്ലെ ഏതെങ്കിലും രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പെൻസ് ആകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറയ്ക്കാൻ പറ്റും അതുപോലെ ഫോർ ഇൻഷുറൻസ് ഇൻ റെസ്പെക്ട് ഓഫ് ദ ഗുഡ്സ് ഓക്കെ അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഹയർ പർച്ചേസ് പ്രൈസ് വാട്ട് ഈസ് ഹയർ പർച്ചേസ് പ്രൈസ് ദാറ്റ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ദാറ്റ് ഈസ് സ്പെസിഫൈഡ് ഇൻ ദ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് അല്ലേ ടു ബി പെയ്ഡ് അല്ലേ ആ കൊടുക്കേണ്ട എമൗണ്ട് നമ്മൾ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് അതിന് നമ്മൾ ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നു ഹയർ പർച്ചേസ് പ്രൈസിൽ നിന്നും ഈ പറയുന്ന എക്സ്പെൻസുകൾ ഏതൊക്കെയാണ് എക്സ്പെൻസുകൾ ലെസ് എനി എമൗണ്ട് പേയബിൾ ആൻഡ് സ്പെസിഫൈഡ് ആസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഹയർ പർച്ചേസ് പ്രൈസ് ഏതൊക്കെയാകാം ടു കവർ ദ എക്സ്പെൻസസ് of delivering the goods. Then number 2 to cover registration or any other fees. Okay. Then number 3 for insurance in respect of the goods. ഈ മൂന്ന് എക്സ്പെൻസുകൾ ഹയർ പർച്ചേസ് പ്രൈസിൽ നിന്ന് കുറച്ചാൽ അതിന് നമ്മൾ എന്താ നെറ്റ് ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് ഓക്കെ ലാസ്റ്റ് വൺ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ചാർജ് അല്ലേ എന്ത് പറയുന്നു ചാർജസ് എന്ന് പറയുന്നു 70 പറഞ്ഞാണ് ഹയർ ഏത് വർഷമാണ് 1970 has specified maximum higher charges which can be received അല്ലേ അപ്പോൾ ഹയർ പർച്ചേസ് ആക്ട് പ്രകാരം ഹയർ ചാർജസ് എത്ര മാക്സിമം എമൗണ്ട് എത്രത്തോളം റിസീവ് ചെയ്യാമെന്ന് സ്പെസിഫൈ ചെയ്യുന്നുണ്ട് സ്റ്റാറ്റ്യൂട്ട് ഓർ ഹയർ ചാർജസ് ഇൻ റെസ്പെക്ട് ഓഫ് ഹയർ പർച്ചേസ് ഇൻസ്റ്റാൾമെന്റ്സ് ആൻഡ് കാൽക്കുലേറ്റഡ് അറ്റ് ദി റേറ്റ് ഓഫ് പെർ annum അത് എത്രയാണെന്നാണ് പറയുന്നത് 30% മാത്രമേ മാക്സിമം ആയിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ദീസ് ആർ ദി സ്പെഷ്യൽ ടേംസ് വിത്ത് റിഗാർഡ് ടു ഹയർ പർച്ചേസ് അഗ്രിമെൻറ്റ് ഫസ്റ്റ് വൺ ക്യാഷ് പ്രൈസ് okay then number 2 higher purchase price and number 3 net cash price then down payment then net higher purchase price and last one statutory charges okay thank you